ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സ്കൂളിലൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രസംഗം തയ്യാറാക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എങ്ങനെയാണ് അതിമനോഹരമായ ഒരു പ്രസംഗം തയ്യാറാക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള ഒരു കൊച്ചു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വന്തമായി എങ്ങനെ നമ്മൾ സ്പീച്ച് തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ അവതരിപ്പിക്കാനുള്ള പ്രസംഗം തയ്യാറാക്കും മുമ്പ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്രസംഗം തയ്യാറാക്കാൻ നിങ്ങളെ സഹായിക്കുകയുള്ളൂ. പ്രസംഗത്തിനുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കണം. ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ട പഠനങ്ങൾ തുടങ്ങി വിവരങ്ങൾ ശേഖരിക്കുക. നിങ്ങൾ കണ്ടെത്തിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പിക്കാൻ അധ്യാപകരുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയോ സഹായം തേടുക. പല ഭാഗങ്ങളാക്കി പല പോയിൻറ്റ്സ് ആക്കി തിരിക്കുക. നിങ്ങൾ കണ്ടെത്തിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശേഖരിച്ച വിവരങ്ങളെ കൃത്യമായ രീതിയിൽ അടുക്കി വെക്കുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഏതാണ് കൊടുക്കേണ്ടത്, മാന്യ സദസ്സിന് വന്ദനം, അത് നമ്മൾ ലാസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ആദ്യം കൊടുക്കേണ്ടത് ഏതൊക്കെയാണെന്ന് തരം തിരിച്ച് അടുക്കി ചിട്ടയോടെ ഉണ്ടാക്കുക. എഴുതി തുടങ്ങുക. പ്രസംഗം എഴുതി തയ്യാറാക്കുകയാണ് വേണ്ടത്. ആമുഖവും കാര്യങ്ങൾ വിശദീകരിക്കുന്ന മധ്യഭാഗവും ഉപസംഹാരവും ആവശ്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശിശുദിനത്തിൻ്റെ പ്രസംഗമാണ് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ശിശുദിനത്തിൻ്റെ പ്രസക്തി, നെഹ്റു മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്, ജീവിത വീക്ഷണങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താം. പിന്നീട് നമ്മൾ അതേക്കുറിച്ച് നിങ്ങൾ ശേഖരിച്ച വിവരം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടത് പ്രസംഗം മുഴുവൻ ഒരു വിഷയത്തിലൊതുക്കി നല്ല വാക്കുകൾ ഉപസംഹാരമായിട്ട് ഒരുക്കണം. കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിലാകണം ഭാഷ പ്രസംഗം തയ്യാറാക്കുമ്പോൾ. അതുപോലെ കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിലാകണം ഭാഷയുടെ പ്രയോഗം എന്നുള്ള കാര്യവും മറക്കരുത്. പ്രസംഗം കൂടുതൽ ആകർഷകമാകാൻ ലാസ്റ്റ് അഥവാ ഉപസംഹാരത്തിലെ വ്യത്യസ്തമായിട്ടുള്ള മഹത്വചനങ്ങളും ചേർക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയാൽ നിങ്ങളുടെ പ്രസംഗം അതിമനോഹരമായിട്ടുള്ള പ്രസംഗം നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. പ്രസംഗം തയ്യാറാക്കാൻ കഴിയാത്ത കൂട്ടുകാരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.